ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. സുഭാഷിതം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗി 3-ാം അധ്യായം ആരംഭിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പലപ്പോഴും നാം ഈ വാക്കുകൾ ഉദ്ധരിക്കാറുണ്ട്. തുടർന്ന് 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പല കാലങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. പല സമയങ്ങളും കാലങ്ങളും നോക്കിയെങ്കിലും തന്റെ ജീവിതത്തിൽ അതൊക്കെ പ്രയോജനരഹിതമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശലോമോൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ അവർക്ക് ഗ്രഹിപ്പാൻ കഴിവില്ല. ഹി മെയ്ഡ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ടൈം. ഓൾസോ ഹി പുട്ട് എറ്റേണിറ്റി ഇൻ their hearts, except that no one can find out the work that God does from beginning to end. മനുഷ്യന് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളതൊരു വസ്തുതയാകുന്നു. നാം നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്, എങ്ങോട്ടാണിത് പോകുന്നത്, ഏത് സമയത്ത് ഇത് ഉണ്ടായി, ഇതൊക്കെ നമ്മളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അവന്റെ സകല സമയങ്ങളും കാലങ്ങളും നന്നായി അറിയാമെന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അവയെ തരണം ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയവും എല്ലാ കാലങ്ങളും അറിയുന്ന ദൈവത്തിൽ നാം വിശ്വസിക്കണം. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം അതതിന്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്തു തരും. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ വാക്കുകളിലൂടെ നാം ചിന്തിക്കണം. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സകല സാഹചര്യങ്ങളും സമയങ്ങളും കാലങ്ങളും എല്ലാം ദൈവം നോക്കിക്കാണുന്നത് നിത്യതയുടെ പശ്ചാത്തലത്തിലാകുന്നു. ഈ ലോകത്തിൽ നാം ചെയ്യുന്ന സകല പ്രവൃത്തികളും നമ്മുടെ ജീവിതവും നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണമെന്നർത്ഥം. ഈ ലോകത്തിൽ മരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മനുഷ്യന് നിത്യതയുണ്ട്. 2 നിത്യതയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ ശാരീരിക മരണത്തിന് ശേഷം അവന്റെ ആത്മാവ് ഏതെങ്കിലും ഒരു നിത്യതയിൽ ചെന്നുപറ്റിയേ മതിയാകൂ. ഒന്നുകിൽ നിത്യജീവങ്കിലേക്ക് കടക്കും, അല്ലെങ്കിൽ നിത്യാഗ്നിയിലേക്ക് പോകും. നിത്യാഗ്നിയിലേക്ക് ആരാണ് പോകുന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി 25:41 വായിക്കുന്നത്, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. മനുഷ്യർക്ക് വേണ്ടിയല്ല ആ നിത്യാഗ്നി ഒരുക്കിയിരിക്കുന്നത്, പിശാചിന് വേണ്ടിയാണ്. അവിടേക്ക് മനുഷ്യരാരും എത്തിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിത്യജീവനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു തന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ലഭിക്കുന്നത്. യോഹന്നാൻ 17:2 പറയുന്നു, അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. യേശുക്രിസ്തുവിനെ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് നിത്യജീവൻ ലഭിക്കുന്നത്. ഈ വലിയ സത്യം മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഗ്രഹിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല. ആകയാൽ നാം ചെയ്യേണ്ടത് നിത്യജീവനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവം സകലതും അതത് സമയത്ത് നമുക്ക് നന്നായി ചെയ്തു തരും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുന്നുവല്ലോ. നിത്യജീവനായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഒരുക്കുന്നതാ എൻ ജീവിത
ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു